ഗൈസ്, അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓണം ഷൂട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം താരാ ബ്രൈഡലിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ സ്റ്റാർട്ടിങ്. ഇതൊക്കെ നമ്മുടെ മോഡൽസ് ആണ് കേട്ടോ, നമ്മുടെ കുട്ടികളതൊക്കെ. നമ്മളൊരു ഓണം ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഭയങ്കര പിടുത്തത്തിലാണ്. ഓക്കെ, ശ്രദ്ധിക്കുകയേ വേണ്ട. അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യുന്ന രംഗമാണ്. പക്ഷേ നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ താരാ ബ്രൈഡലിന് മേക്കപ്പ് അടുത്ത കൂടെ പോയിട്ടില്ല കേട്ടോ. മേക്കപ്പ് കണ്ടിട്ട് ആരും മേക്കപ്പിൻ്റെ ഒരു ഷൂട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ഷൂട്ടാണ്. എന്നാലും ഒരു വെറുതെ ഒരു ഓണത്തിൻ്റെ ഒരു ഷൂട്ട്. ഞാൻ ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അധികം സമയമൊന്നും ഉണ്ടായില്ല. ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. എൻ്റെ ഡ്രസ്സ് കിട്ടാൻ വളരെയധികം ലേറ്റായി. അപ്പോൾ ഇത് എല്ലാം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ജസ്റ്റ് ഇവർക്കൊരു ഐ മേക്കപ്പ് കൊടുത്തു. ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഓവറായിട്ടെന്ന് മീൻസ് നല്ല ഹെവി മേക്കപ്പ് നമ്മൾ കാണിക്കുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ അത്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങുന്നത്. അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. എനിക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തോ പോലെ തോന്നും. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ സ്കിൻ ടോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ലൊരു മേക്കപ്പും ഒക്കെ ഐ മേക്കപ്പും എല്ലാം ചെയ്തത്. പിന്നെ നമ്മൾ അമ്മാളും ഉണ്ട് കേട്ടോ ഷൂട്ടിന്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. നമ്മൾ ഈ ഡ്രസ്സ് ക്ലോത്ത് എടുത്തേക്കുന്നത് പരാഗാണ്, വളാഞ്ചേരി പരാഗ് എന്നാണ്. അപ്പോൾ അടിപൊളി ക്ലോത്താണ്, അഫോർഡബിളായിട്ട് നല്ല വില കുറഞ്ഞൊരു പ്രൈസുമാണ്. ഇത് നമ്മൾ ഷൂട്ടിനായിട്ട് എടുത്തതാണ്. ഞാനും എൻ്റെ അമ്മാളും ഇതന്നെ സെയിം ഡ്രസ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊന്നും നമ്മളല്ല, അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഷൂട്ടിന് ഇറങ്ങാൻ ഓൾറെഡി ലേറ്റായി. നമ്മൾ കുറുമ്പ് കാട്ടാൻ കേട്ടോ, കുറച്ച് കുറുമ്പ് കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഭാനു, കീർത്തന, പിന്നെ ഷിജി കുട്ടികളുണ്ടായിരുന്നു നമ്മളെ കൂടെ. നമ്മൾ യാത്രയായി. പിന്നെ പറയാൻ പറ്റില്ല, നമ്മളെ ക്യാമറാമാൻമാർ ഒന്ന് നിസാർക്കുണ്ട്, വളാഞ്ചേരി തന്നെയാണ്. പിന്നെ ജാസ് താടിക്കാരൻ, രണ്ടാളും താടിയുണ്ട്. പക്ഷേ താടിക്കാരന് കുറച്ച് കൂടുതൽ താടിയുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, രക്ഷയില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഒരു നാണം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇവരെ കൂടെ എൻജോയ് ചെയ്തിട്ട് ഞാനന്ന് വർക്ക് ചെയ്തു. സൂപ്പറായിരുന്നു. ഞങ്ങളെ കൂളായിരുന്നു. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരു ഉള്ളിലൊരു പേടിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീട് പറയുന്നത് ചേരുലാൽ സ്കൂളിൻ്റെ അവിടെ തൊട്ട് മുന്നായിട്ടുള്ള ഒരു വീടാണ്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്ന്, ഇതിൻ്റെ ഒരു ഓണർ ഇരിക്കുകയാണ്, അയക്ക് തുറന്നിട്ടേക്കും. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററിനിലേക്ക് വളക്കാപ്പിന് ഞങ്ങളിവിടെ വന്നിട്ടാണ് സെറ്റ് ചെയ്തത്. പക്ഷെ അന്ന് കുറേ നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൽബം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റഷായിരുന്നു അവിടെ. പക്ഷേ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇട്ടതായിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് വേറൊരു രണ്ട് ടീമോ വന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല ഇവിടെയൊക്കെ അന്ന് നല്ല തിരക്ക് കുറവ് കേട്ടോ. കാരണം പ്രതീക്ഷിച്ചിട്ടില്ല എത്ര തിരക്ക് കുറയുമെന്ന്. പിന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഈ വീട് പറഞ്ഞാൽ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു വീടുണ്ട്, ഇവർ താമസിക്കുന്ന വീടുണ്ട്. ഇത് വെറുതെ ഒരു നടുമുറ്റം പോലെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. അതിലൊരു ആട്ടുതൊട്ടിലുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിസ്കരിക്കാനുള്ളൊരു റൂമുണ്ട്. പിന്നെ ഒരു ബാൽക്കണിയുണ്ട്, ഒരു ചാരുപടി പോലെ ബാൽക്കണിയുണ്ട്. ഭയങ്കര രസമായിട്ട് ഇവിടെ വന്ന് കാണാൻ വേണം. നമുക്ക് ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആകെ ഒരു ഇതെന്നുള്ളത് റൂൾസ് ഉള്ളത്, അവർ ചെരുപ്പിട്ടിട്ട് ഉള്ളിൽ കയറാൻ പാടില്ല. പിന്നെ ആ തിണ്ടിലൊന്നും ചെരുപ്പൊന്നും അഴിച്ചു വെക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവിടെ കുറച്ച് വലിയ ഘടികാരം അതൊക്കെ ഉണ്ട്, ക്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ നാശമാക്കാതെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോപ്പർട്ടീസൊക്കെ നാശമാക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു വീടിൻ്റെ കുറിച്ച് പറയാൻ. ഇത് ഞാൻ ഫോട്ടോയ്ക്ക് സ്റ്റിൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോസ് ചെയ്യാണ് ഗൈസ്. ഭയങ്കര പോസിങ്ങാണ്. ഈ വീട് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺസിഡറേഷൻ കൂടുതലായിരുന്നു. ഇവിടുത്തെ കാര്യസ്ഥൻ അടിപൊളിയായിട്ട് നമ്മൾക്ക് നന്നായിട്ട് സഹകരിച്ചും തന്നു. ഞങ്ങളിന്ന് ഓണം ഷൂട്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് വൈൻഡപ്പ് ചെയ്തു. ചീമ പ്രൊഡക്ഷൻസ്, താങ്ക് യു സോ മച്ച്. അടിപൊളിയായി.
ഭയങ്കര കംഫർട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരാണ്. കാരണം സത്യം ഞങ്ങൾ പറയണ പോലെ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ഓണം. ഒരുപാട് വർക്ക് കിട്ടട്ടെ, ഞങ്ങളും ഹെൽപ്പ് ചെയ്യും. സൂപ്പർ ആവട്ടെ. ഓക്കെ, ഹാപ്പി ഓണം. ലാസ്റ്റ് ഫുഡടിയാണ്. ഭക്ഷണമൊക്കെ കഴിക്കാതെ എന്ത് ഓണം ഷൂട്ടല്ലേ. അങ്ങനെ നെയ്ച്ചോറും, നല്ല അൺലിമിറ്റഡ് നെയ്ച്ചോറും, പിന്നെ എന്തായിരുന്നു മുട്ടിപ്പടി ചിക്കനും നെയ്ച്ചോറും എല്ലാം കഴിച്ച് സെറ്റായി ഞങ്ങളങ്ങോട്ട് ആഹ്ലാദത്തോടെ പിരിഞ്ഞു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.